രേണുസുതി വിധവ കാർഡ് ഇറക്കുകയാണ് എന്ന് മസ്താനി വളരെ സെൻസിറ്റീവായിട്ടുള്ള ടോപ്പിക്ക് തന്നെ മസ്താനി ആദ്യം തന്നെ ചൂസ് ചെയ്തിരിക്കുകയാണ്. വൈറലാകാൻ വേണ്ടി തന്നെയാണ് മസ്താനിയുടെ ഉദ്ദേശം. രേണുസുതി ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാനിവിടെ എത്തിച്ചേട്ടാ എന്നൊക്കെ പറയുന്നതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ വെറുതെ എന്തിനാ മരിച്ചുപോയ പുള്ളിനെയും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇതിലേക്കൂടെ നടക്കുന്നത്? സുധീനെ നാണം കെടുത്തരുത് എന്നൊക്കെയാണ് രേണുസുതിയുടെ അടുത്ത് ചെന്ന് പറയുന്നത്. രേണുസുതിയാണ് കട്ടക്കലിപ്പിൽ സുധീനെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചഴക്കല്. ഞാൻ വിധവയല്ല, ഞാൻ എൻ്റെ മക്കളെ സുധിച്ചേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ രേണുസുതി വാതോരാതെ മസ്താനിയുടെ അടുത്ത് പറയുന്നുണ്ട്. മസ്താനി ഇങ്ങനത്തെ സെൻസിറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ അക്ബർ സഹിതം ഇരിപ്പുണ്ട്. അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മസ്താനി അത് വേണോ അത് വേണ്ട അങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ മസ്താനി അതൊന്നും കൂട്ടാക്കുന്നില്ല. ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നെഗറ്റീവ് ആണെങ്കിൽ തന്നെ ജനശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മസ്താനി ഈ കാര്യങ്ങൾ എടുത്തിട്ടതെന്ന് 100% ഉറപ്പാണ്. പക്ഷേ തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് മസ്താനി സംസാരിച്ചത്. മരിച്ചു പോയിട്ട് അങ്ങേർക്ക് എന്നാ സ്വൈര്യം കൊടുക്കുന്നില്ല, അങ്ങനെ സുധി എപ്പോഴും സുധി എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ മോശമായ രീതിയിലാണ് ആ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചതും അതിനോട് സമീപിച്ചതും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് വന്നിട്ട് പിന്നെ പോസിറ്റീവിലേക്ക് പച്ചപിടിച്ച് കയറുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും മസ്താനിയുടെ ഉദ്ദേശം നടക്കട്ടെ, എന്തായാലും വൈറലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും വരാം. നിങ്ങളിത് കണ്ടതാണെങ്കിൽ മസ്താനി അങ്ങനെ പറഞ്ഞത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം.